നിങ്ങൾ എന്തിനിത് ചെയ്തു ലാലേട്ട എന്നോർത്ത് പരിതപിക്കുന്നവരും പരിഹസിക്കുന്നവരുമുണ്ട്. കരാട്ടെ കിഡിൽ അഭിനയിച്ച ജോർഡൻ സ്മിത്ത് ലേഡീസ് വെയർ ഇട്ടിട്ടാണ് അദ്ദേഹം റാമ്പിൽ നടന്നത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ബ്രാഡ് പിറ്റ്. ഏതോ പുരുഷനിലും ഒരു സ്ത്രീ ഒളിഞ്ഞു കിടപ്പുണ്ട്, ഒരു സ്ത്രീയിലും പുരുഷൻ ഒളിഞ്ഞു കിടപ്പുണ്ട്. സ്വന്തം ഐഡന്റിറ്റി വെളിപ്പെടുത്തിക്കൊണ്ടാണ്, ഒരു കഥാപാത്രമായിട്ടല്ല, അദ്ദേഹമായി തന്നെ നിന്നുകൊണ്ടാണ് ഇത് അവതരിപ്പിക്കുന്നത്. കാറിന്റെ ആ ഒരു ഷോട്ട് ഉണ്ട്, അതിൽ തന്നെ ഈ അർദ്ധനാരീശ്വരനെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. ദി വിമൻ വിത്തിൻ എ മാൻ. നമസ്കാരം, വനിതാ ജംഗ്ഷനിലേക്ക് സ്വാഗതം. മുണ്ടുമടക്കി കുത്തി മീശ പിരിച്ച് പുരുഷത്വത്തിന്റെ മൂർത്തിമത് ഭാവമായി മലയാളികളാൽ ആഘോഷിക്കപ്പെട്ട നടൻ തന്നെ സ്ത്രൈണതയുടെ പേരിൽ ആഘോഷിക്കപ്പെടുകയാണ്. പതിവ് സങ്കല്പങ്ങളെ പൊളിച്ചടുക്കി ജ്വല്ലറിയുടെ പരസ്യത്തിൽ പ്രത്യക്ഷപ്പെട്ട മോഹൻലാൽ ഒരു തരംഗം തീർത്തിരിക്കുകയാണ്. ഒപ്പം ഒരു വിപ്ലവം കൂടിയാണത്. പതിവ് മാമൂലുകളെ സ്വന്തം ഐഡന്റിറ്റിയിലൂടെ പൊളിച്ചെടുക്കാൻ മോഹൻലാൽ കാണിച്ച ആ ധൈര്യം വിജയിച്ചോ അതോ പാളിയോ? ഈ വിഷയമാണ് വനിതാ ജംഗ്ഷൻ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ശ്രീജ, ഇൻട്രോയിലൊക്കെ സൂചിപ്പിച്ചതുപോലെ സ്വന്തം ഐഡന്റിറ്റി അത് വെച്ചാണ് മോഹൻലാൽ അത്തരത്തിലൊരു വിപ്ലവം അല്ലെങ്കിൽ അത്തരത്തിലൊരു പരസ്യം ചെയ്യാൻ മുതിർന്നത്. എന്ത് തോന്നുന്നു? കയ്യടിക്കാൻ തോന്നുന്നതാണ്. ആദ്യ കയ്യടി എന്ന് പറയുന്നത് ഈ സ്റ്റീരിയോ ടൈപ്പ് സങ്കല്പങ്ങളെ പൊളിച്ചെഴുതിയ ആ ഡയറക്ടർ പ്രകാശ് വർമ്മയ്ക്കുള്ളതാണ്. പിന്നെ രണ്ടാമത്തെ കയ്യടി എന്ന് പറയുന്നത് ഇത് ഭംഗിയായി ഡെലിവർ ചെയ്ത നടന വൈഭവം മോഹൻലാലിനുള്ളതാണ്. അദ്ദേഹം സ്വാഭാവികമായും കയ്യടി അർഹിക്കുന്നു. കാരണം നടി ഖുഷ്ബു മാത്രമല്ല, ഒരുപാട് പേർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത് ചെയ്യാൻ ചെറിയ ധൈര്യമൊന്നും പോരാ. ഈ ഫാൻ ഫൈറ്റുകളുടെയൊക്കെ ഒരു കാലമാണ്. അപ്പോൾ സ്വാഭാവികമായും ആളുകൾ ഇത് ഏറ്റെടുത്ത് ട്രോളാകും എന്ന് മോഹൻലാലിന് തന്നെ അറിയാം. എന്നിട്ടും ഇത് ഏറ്റെടുക്കാൻ അദ്ദേഹം കാണിച്ചൊരു ധൈര്യമുണ്ടല്ലോ, ആ ധൈര്യത്തിനാണ് ഏറ്റവും അധികം കയ്യടി വേണ്ടത്. നിങ്ങൾ എന്തിനിത് ചെയ്തു ലാലേട്ട എന്നോർത്ത് പരിതപിക്കുന്നവരും പരിഹസിക്കുന്നവരുമുണ്ട്. അവരാണ് ആദ്യത്തെ കൂട്ടർ. മറുവശത്ത് ഉള്ളത് നിങ്ങൾ എന്തു ഭംഗിയായി ചെയ്തു ലാലേട്ട എന്ന് പറഞ്ഞ് കയ്യടിക്കുന്ന മറ്റൊരു വിഭാഗം. ഞാൻ പറയുന്നത് ആദ്യത്തെ വിഭാഗത്തോട് പോകാൻ പറയണം. കാരണം പണ്ടത്തെ നൂറ്റാണ്ടിൽ നിന്ന് ഒരിക്കലും ബസ് അവർക്ക് കിട്ടിയിട്ടില്ല. ആ ബസ്സൊക്കെ പിടിച്ചിങ്ങ് എത്തുമ്പോൾ ചിലപ്പോൾ ഒരുപാട് താമസിക്കും, ചിലപ്പോൾ എത്തിയില്ല എന്നും വരാം. അവരെ നമ്മളങ്ങ് മറന്നേക്കുക. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഈ രണ്ടാമത്തെ വിഭാഗത്തെയാണ്. മാറ്റങ്ങളെ മനസ്സ് തുറന്ന് സ്വീകരിക്കുന്ന രണ്ടാമത്തെ വിഭാഗമാണ് പുതിയ ചിന്തകളുടെ വക്താക്കൾ. വലിയൊരു മെസ്സേജാണ് ഈ ഒരു ആഡിലൂടെ വന്നിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് ഈ ജെൻഡർ ഫ്ലൂയിഡിറ്റി എന്ന് പറയുന്ന ഒരു ആശയം അത് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്നില്ലേ? തീർച്ചയായും അതാണ്. ഈ നമ്മളിപ്പോൾ ഈ ജനിച്ചു കഴിഞ്ഞാൽ ഒരു കുട്ടിക്ക് ആൺ പെൺ അത് അവിടെ നിന്ന് നമ്മൾ തീരുമാനിച്ച് അത് കഴിഞ്ഞതിന് ശേഷം അതിൽ നിന്ന് ഒരു അണുയിട വ്യതിചലിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു സമൂഹത്തിൻ്റെ ഒരു ചട്ടം അത് നമ്മൾ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. എല്ലാ സ്ത്രീകളിലും ഒരു പുരുഷനുണ്ട്, എല്ലാ പുരുഷനിലും ഒരു സ്ത്രീയുണ്ട് എന്നുള്ളതാണ്. ഇത് ഈ പലപ്പോഴായിട്ട് ഈ വികാരങ്ങൾ ഇത് ചിലപ്പോൾ സന്ദർഭങ്ങൾക്കനുസരിച്ച് മാറാം. അവിടെയാണ് ഈ ജെൻഡർ ഫ്ലൂയിഡിറ്റി അതൊരു ചർച്ച ചെയ്യാൻ വേണ്ടി ഒരു സ്പേസ് മോഹൻലാലും പ്രകാശ് വർമ്മയും ഒക്കെ ചേർന്ന് ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളതാണ്. നമുക്ക് ഈ ആഡ് കാണുമ്പോൾ മനസ്സിലാവാം, ആ ഒരു ആഭരണം കണ്ട് മോഹൻലാൽ അത് കൊതിയോടുകൂടി നോക്കുന്ന ആ ഒരു ചിത്രമാണ്. അതിനുശേഷം അദ്ദേഹത്തിന് ആ എക്സ്പ്രഷൻ അവിടെ നിന്ന് പ്രകടിപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് കാരവാനിലേക്ക് പോയി. പിന്നെ അവിടെ നമ്മൾ കാണുന്നത് മോഹൻലാൽ ആ ഒരു സ്ത്രൈണതയുടെ ഈ മംഗലശ്ശേരി നീലകണ്ഠനൊക്കെ ആയി നിന്ന ആ ഒരു ബോഡി, എപ്പോഴും ഒരു നടന് എന്ന് പറയുന്ന അവരുടെ ടൂൾ എന്ന് പറയുന്നത് ശരീരമാണ്. ആ ശരീരം അതിൻ്റെ ആ മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം നമ്മളെപ്പോഴും പറയും ഈ വിരലുകളൊക്കെ അഭിനയിക്കുന്നു എന്ന് പറയും. അവിടെ മോഹൻലാൽ ഒഴുകുകയാണ്. നമ്മൾ ആ വിരലുകളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാൻ പറ്റും. ഈ ആഭരണമൊക്കെ അദ്ദേഹം ആ മാലയൊക്കെ എടുത്ത് നെഞ്ചിലേക്ക് വെച്ച് കഴിഞ്ഞ് ആ വയ്ക്കുമ്പോഴൊക്കെയുള്ളൊരു ഭാവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഈ ജെൻഡർ ഫ്ലൂയിഡിറ്റിയിൽ നിന്നുണ്ടാകുന്ന ഒരു വ്യക്തിക്ക് അവരുടെ ഒരു വികാരങ്ങളൊക്കെ പ്രകടിപ്പിക്കുന്നത് വളരെ അനായാസമായി ഒരു പുഴ പോലെ ഒഴുകുക എന്നൊക്കെ പറയുക വളരെ ഭംഗിയായി അസാമാന്യമായി മോഹൻലാൽ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. അവിടെ ഇത് ചർച്ചകൾക്കും വഴിവെച്ചിരിക്കുകയാണ്. നേരത്തെ തന്നെ ഈ ഫഹദ് ഫാസിലൊക്കെ ഇത്തരത്തിലൊരു വിപ്ലവം സൃഷ്ടിച്ചിരുന്നു. മുക്കുത്തിയുടെ അതെ, തീർച്ചയായും ഒരു ജ്വല്ലറി ആഡിൻ്റെ പരസ്യത്തിൽ മൂക്കുകുത്തി ഫഹദ് നടന്നു വരുന്നത്. ഇത്തരത്തിലുള്ള സൂപ്പർ സ്റ്റാറുകളൊക്കെ ഇത്തരം ജ്വല്ലറികളുടെ ഈ പരസ്യത്തിലൊക്കെ അഭിനയിച്ച് ഈ കൺവെൻഷണലായുള്ള രീതികളെ പൊളിച്ചെഴുതുമ്പോൾ അത് സാധാരണക്കാർക്ക് കൂടി ഇത്തരത്തിലുള്ള മനുഷ്യരുടെ വികാരങ്ങളും ഇത്തരത്തിലുള്ള
ഇത്തരത്തിലുള്ള അവസ്ഥകളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുക. അതായത് അവരുടെയൊക്കെ കൂടുതൽ അവർ അതിൽ ആഴത്തിലേക്ക് ഇറങ്ങി ചെല്ലുക. അപ്പോൾ ഒരു സ്പേസ് അവർക്ക് അത് മനസ്സിലാക്കാൻ കുറച്ചുകൂടി ഒരു അവസരം കിട്ടുന്നു എന്നുള്ളതാണ്. അത് തന്നെയാണ് ഈ ജെൻഡർ ഫ്ലൂയിഡിറ്റി. ഈ ജെൻഡർ ഫ്ലൂയിഡിറ്റിക്കുള്ള ആളുകൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ലൈംഗികത അത് ചില സമയത്ത് സാഹചര്യങ്ങൾക്കനുസരിച്ചും അതിനനുസരിച്ചൊക്കെ ഇത് വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. ഇത് ചിലരിൽ അത് ജെൻഡർ ഐഡൻറ്റിറ്റിയായി മാറും, ചിലവരിൽ അതിൽ ജെൻഡർ എക്സ്പ്രഷനായിട്ട് മാറും. മോഹൻലാലിൻ്റെ കേസിൽ ഈ ഒരു ആഡിൽ ജെൻഡർ എക്സ്പ്രഷനാണ്. അപ്പോൾ നമ്മൾ ഈ നേരത്തെ നമ്മൾ ഈ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ കാര്യം പറയും. ഈ ട്രാൻസ്ജെൻഡേഴ്സ്, ഗേ, ബൈസെക്ഷൽ ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങളിലേക്ക് ഇതിനൊക്കെ കൂടുതലായിട്ട് അറിയണം, ചർച്ച ചെയ്യണം. അതിൽ കൂടി പറയുന്നതാണ് ഈ ജെൻഡർ ഫ്ലൂയിഡിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് കുറച്ചും കൂടി ആളുകളിലേക്ക് ചർച്ച ചെയ്യാൻ വേണ്ടി ഒരു അവസരം ഈ ഒരു പരസ്യത്തിലൂടെ പ്ലാറ്റ്ഫോം ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളത്. ഈ പറഞ്ഞതുപോലെ ഈ ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ നമ്മൾ അംഗീകരിച്ച് വരുന്നതേ ഉള്ളൂ. അവരെപ്പോലും നമ്മൾ പൂർണ്ണമായും ഉൾക്കൊണ്ടിട്ടില്ല. ആ ഒരിടത്താണ് ഈ ജെൻഡർ ഫ്ലൂയിഡിറ്റി എന്ന് പറയുന്ന ഒരു വാക്ക് പുതുതായി രൂപപ്പെടുന്നത്. ഒരുപക്ഷെ ആ വാക്കിന് ഇച്ചിരി പഴക്കമുണ്ടെങ്കിൽ പോലും ആളുകൾക്കിടയിലേക്ക് ഇതൊരു പുതിയ സങ്കല്പമായി അവതരിപ്പിക്കപ്പെടുന്നത് ഈ ഒരു സമയത്താണ്, ഈ ഒരു ആഡിലൂടെയാണ്. അപ്പോൾ നമുക്കറിയാം ഏതോ പുരുഷനിലും ഒരു സ്ത്രീ ഒളിഞ്ഞു കിടപ്പുണ്ട്, ഒരു സ്ത്രീയിലും പുരുഷൻ ഒളിഞ്ഞു കിടപ്പുണ്ട്. ആ ഒരു സങ്കല്പമാണ് നമ്മുടെ അർദ്ധനാരീശ്വര സങ്കല്പം പോലും അതിൻ്റെ ഒരു ചൂട് പറ്റി വരുന്നൊരു കാര്യമാണ്. ആ ഒരിടത്ത് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട സ്ത്രീകളെ സംബന്ധിച്ച് ഒരു പക്ഷേ ഒരു മേധാവിത്വം എന്ന് പറയുന്ന ഒരു സങ്കല്പം, പുരുഷൻ എന്ന് പറയുന്നത് ഒരു പവറാണല്ലോ. അപ്പോൾ ആ ഒരു പവറിലേക്ക് എത്തിച്ചേരാൻ സ്വാഭാവികമായും നമ്മുടെ വേഷഭൂഷാദികൾ പോലും ഇതിൻ്റെയൊക്കെ ഒരു എവിടെയൊക്കെ ഒരു ചലനമാണെന്ന് നമുക്ക് വിശേഷിപ്പിക്കേണ്ടി വരും. കാരണം ജീൻസ് ഇട്ടുകൊണ്ട് മുടിയൊക്കെ ബോയ് കട്ടൊക്കെ ചെയ്ത് ഒരു ധൈര്യപൂർവ്വം നടക്കുക എന്ന് പറയുന്ന സ്ത്രീകളെ സംബന്ധിച്ചൊരു പവർ അപ്പോൾ അവർക്ക് വരുന്നു എന്നുള്ളൊരു സങ്കല്പം അവരിൽ ഉണ്ടാകുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നേരെ മറിച്ച് പുരുഷനാണെങ്കിൽ തങ്ങളുടെ ഭാഗത്തു നിന്നൊരു ഇത്തരം സ്ത്രീ സങ്കല്പങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ ഇത്തരം എന്തെങ്കിലും ചിന്തകൾ വരുമ്പോൾ അതവർ അടിച്ചമർത്താൻ ശ്രമിക്കുന്നു എന്നുള്ളത്. കാരണം സ്വാഭാവികമായും അവർക്കറിയാം എന്തെങ്കിലും ഒരു സ്ത്രൈണത തങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുവെങ്കിൽ അത് വലിയ തോതിൽ വിമർശിക്കപ്പെടും എന്നുള്ളത് അല്ലേ. അപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ എക്സ്പ്രസ് ചെയ്യപ്പെടണം എന്നുള്ളതാണ്. നമ്മൾ എന്താണോ നമ്മൾ അതായി തന്നെ എപ്പോഴും നിലനിൽക്കണം എന്നുള്ളൊരു ആശയമാണ് മോഹൻലാൽ എന്ന നടൻ, അദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റി ഈ പറഞ്ഞതുപോലെ സ്വന്തം ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തിക്കൊണ്ടാണ്, ഒരു കഥാപാത്രമായിട്ടല്ല, അദ്ദേഹമായി തന്നെ നിന്നുകൊണ്ടാണ് ഇത് അവതരിപ്പിക്കുന്നത് എന്ന് പറയുമ്പോൾ ആളുകളിലേക്ക് അത് എത്ര ആഴത്തിൽ ഇറങ്ങിച്ചെന്നു എന്നുള്ളതാണ്. ഈ ഒരു ആഡ് എത്രത്തോളം ആളുകളിൽ സ്വാധീനം ചെലുത്തിയല്ലേ. നിമിഷ നേരം കൊണ്ട് അങ്ങ് കത്തിക്കയറുകയാണ് ഈ ഒരു ആഡ്. അപ്പോൾ ആ ആഡ് ഉണ്ടാക്കിയൊരു ഇൻഫ്ലുവൻസ് ഉണ്ട്. അതെ, ഒരു വലിയൊരു വിഷയം ചർച്ച ചെയ്യപ്പെടുന്നു എന്നുള്ളൊരു കാര്യം. അതായത് വേൾഡ് വൈഡ് ആയിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. നമ്മളെ കരാട്ടെ കിഡിൽ അഭിനയിച്ച ജോർഡൻ സ്മിത്ത്, അദ്ദേഹം ഈ ഏറ്റവും ഒടുവിലായി ഫാഷൻ ഷോയിൽ വന്ന സമയത്ത് ലൂയിസ് വിറ്റൻ്റെ അത് ലേഡീസ് വെയർ ഇട്ടിട്ടാണ് അദ്ദേഹം റാമ്പിൽ നടന്നത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ബ്രാഡ് പിറ്റ് അവസാനമായി ഈ അടുത്ത കാലത്തായിട്ട് അഭിനയിച്ചത് ചാനൽ ലേഡീസ് പെർഫ്യൂമിൻ്റെ പരസ്യത്തിലാണ്. അതപ്പോൾ മാറ്റങ്ങളൊക്കെ വേൾഡ് വൈഡ് ആയിട്ട് തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ അലയൊലികളോട് എന്ന പോലെ നമ്മുടെ കേരളത്തിലും നമ്മുടെ സ്വന്തം മഹാനടൻ ലാലേട്ടൻ ഇത്തരത്തിൽ ഒരു വലിയൊരു വിഷയം ആളുകളിലേക്ക് ചർച്ച ചെയ്യാനായിട്ട് കൊടുത്തു. അതിനുള്ള ആ ധൈര്യം, സ്വന്തം ഐഡൻറ്റിറ്റിയിൽ നിന്നുകൊണ്ട് ആ ഒരു എന്തൊരു വിപ്ലവം സൃഷ്ടിക്കാൻ ഇറങ്ങുക എന്ന് പറയുന്നത് അത് വലിയ കാര്യം തന്നെയാണ്. മോഹൻലാലിൻ്റെ സ്ത്രൈണത നമ്മൾ നേരത്തെ കമലദളത്തിലും അതുപോലെ തന്നെ നമ്മൾ അതിലൊരു സ്ത്രൈണതയുടെ ഒരു ചെറിയൊരു അംശം നമ്മൾ നേരത്തെ തന്നെ കണ്ടിട്ടുള്ളതാണ്. ഈ ഒരു ആഡ് തുടങ്ങുമ്പോൾ തന്നെ ആ ഫസ്റ്റ് ഷോട്ട് കാണിക്കുമ്പോൾ ആ കാറിൻ്റെ ആ ഒരു ഷോട്ട് ഉണ്ട്, അതിൽ തന്നെ ഈ അർദ്ധനാരീശ്വരനെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ പെട്ടെന്ന് അത് കാണുമ്പോൾ മനസ്സിലാവില്ല, പിന്നെ നമ്മൾ വീണ്ടും റിപ്പീറ്റ് അടിച്ച് കാണുമ്പോൾ നമുക്ക് ഒരു പക്ഷേ അത് പെട്ടെന്ന് തന്നെ ചില ആൾക്കാർക്കൊക്കെ ആദ്യ ഷോട്ടിൽ തന്നെ അത് മനസ്സിലായിട്ടുണ്ട് ഈ അർദ്ധനാരീശ്വര സങ്കല്പം ഉള്ളത് തന്നെ. എന്തായാലും വലിയൊരു ചർച്ചയ്ക്കും ഒക്കെ ഒരു തുടക്കമായിരിക്കുകയാണ് എന്നാണ് എനിക്ക് ഈ ഒരു ആഡിൽ നിന്ന് മനസ്സിലായിരിക്കുന്നത്. ദി വിമൻ വിത്തിൻ എ മാൻ എന്നുള്ളൊരു സങ്കല്പമാണ് ഈ ആഡിൻ്റെ ഒരു മൊത്തത്തിലുള്ളൊരു ആശയം എന്ന് പറയുന്നത്. എന്ത് വലിയൊരു ആശയമാണ് എന്നുള്ളതാണ്. നമുക്ക് സ്വാഭാവികമായിട്ട് അറിയാം, ഈ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു മീശ പിരിച്ച് നെഞ്ച് വിരിച്ച് മുണ്ടൊക്കെ മടക്കി കുത്തുന്ന ലാലേട്ടൻ, ആട് തോമ എന്ന് പറയുന്ന ആ ഒരു രൂപമാണ് പൊതുവെ ആരാധകർക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ലാലേട്ടൻ. അപ്പോൾ ആ ഇടത്താണ് ഈ പ്രകാശ് വർമ്മ ഇത്തരത്തിലൊരു ലാലേട്ടനെ പ്ലേസ് ചെയ്യുന്നത്. അത് പ്ലേസ് ചെയ്തപ്പോൾ എനിക്ക് തോന്നുന്നു ഇത്രത്തോളം ആളുകൾ ഇത് കാണാനിടയായതും ഒരുപക്ഷെ ഇതിനോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കില്ല. സ്വാഭാവികമായും ഇതിനോടുള്ള അയ്യോ എന്തിനിങ്ങനെ ചെയ്തു എന്ന് പറയുന്ന ആളുകളായിരിക്കാം ഒരുപക്ഷെ കൂടുതൽ. പക്ഷേ ഒരു ചോദ്യം അവർ മുന്നോട്ട് വയ്ക്കുമ്പോൾ, സമൂഹത്തിൽ അത് ചർച്ചയാകുമ്പോൾ അത്തരത്തിലുള്ള ചർച്ചകൾ മുന്നോട്ട് വരണം. കാരണം എങ്കിൽ മാത്രമേ മാറ്റങ്ങൾ വരികയുള്ളൂ. പിന്നൊരു കാര്യം എന്ന് പറയുന്നത് ഈ സ്റ്റീരിയോ ടൈപ്പുകളുടെ പൊളിച്ചെഴുത്ത് എന്ന് പറയുന്ന ഒരു കാര്യം.
നമ്മളെപ്പോഴും കണ്ടിട്ടുണ്ട് ജ്വല്ലറിയുടെ പരസ്യത്തിൽ സുന്ദരികളായ അതിസുന്ദരികളായ സ്ത്രീകൾ വരുന്നു, ഒന്ന് കറങ്ങുന്നു, ജ്വല്ലറി ഇങ്ങനെ കാണിക്കുന്നു. ആ ഇടത്താണ് സ്വന്തം കഴുത്തിൽ ആ നെക്ലസ് അണിഞ്ഞുകൊണ്ട് അത് ആസ്വദിക്കുന്ന ഒരു പുരുഷന്റെ സാന്നിധ്യം അല്ലേ? അത് നൽകുന്ന ഒരു മെസ്സേജും ഉണ്ട്. തീർച്ചയായും എനിക്ക് തോന്നുന്നു ഈ ആഡ് കാണുന്ന എല്ലാവരും വിചാരിക്കുക, ആദ്യം തന്നെ വിചാരിച്ചിട്ടുണ്ടാവും ആ നെക്ലേസ് എടുത്തിട്ട് ആ ഒരു പെൺകുട്ടി അതണിഞ്ഞ് അതിനുശേഷം ആ ഒരു പിന്നെ ടൈറ്റിലൊക്കെ വന്ന് ആ ഒരു രീതിയിലായിരിക്കും പരസ്യം അവസാനിക്കുക എന്നായിരിക്കും എല്ലാവരും വിചാരിച്ചിട്ടുണ്ടാവുക. പക്ഷേ ആ ഒരു സ്ഥാനത്താണ് ശ്രീജ പറഞ്ഞ പോലെ വളരെ ആസ്വദിച്ച് വളരെ മോഹപൂർവ്വം മോഹിച്ച് ആ ഒരു നെക്ലേസ് എടുത്ത് വെച്ച്, അപ്പോഴാണ് അവിടെ ഇത് ത്രിലോക സുന്ദരൻ എന്ന് പറഞ്ഞ് ആ ഒരു പാട്ട് വരുമ്പോൾ എല്ലാവരും സുന്ദരിയാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ആ ഉള്ളിലുള്ള ഒരു സ്ത്രീയാണ് അവിടെ പുറത്തേക്ക് വരുന്നത്. അതാണ് ഒരു പ്രകാശ് വർമ്മയുടെ ഒരു ബ്രില്യൻസ് എന്ന് പറയുന്നത്. ആ ബ്രില്യൻസിൽ മോഹൻലാലിന്റെ ഒരു കയ്യൊപ്പ് കൂടിയുണ്ട്. കാരണം അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടാണ് അവിടെ ആ ഒരു പാട്ട് വന്നത് എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹം എത്രത്തോളം ഇൻട്രസ്റ്റ് എടുത്തിട്ടുണ്ട് താൻ എന്നുള്ളൊരു നടനെ. ആർക്കും ഏത് ക്യാരക്ടറും ചെയ്യാൻ സാധിക്കില്ല. ഈ ഒരു ക്യാരക്ടർ ചെയ്യുന്നതിന് അഭിനയ മികവിനേക്കാളേറെ ഒരു ധൈര്യം എന്നുള്ളത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. സ്വാഭാവികമായും അത്തരത്തിൽ മുന്നോട്ട് വരാൻ ആരും ധൈര്യപ്പെടില്ല എന്നുള്ളിടത്താണ് മോഹൻലാൽ എന്നുള്ള നടൻ്റെ കാര്യം എടുത്തു പറയേണ്ടത്. തീർച്ചയായും അത് തന്നെ. ഈ ആ ആഡിൽ ഉപയോഗിക്കുന്ന ആ ശ്രീജ നേരത്തെ സൂചിപ്പിച്ചൊരു പദമുണ്ട്, അളിവേണി എന്തു ചെയ്തു. അത് സ്ത്രീത്വത്തിനെ, ആ സ്ത്രീയുടെ ആ ഓരോ ചലനങ്ങൾ ഏറ്റവും സൂക്ഷ്മമായി പറയാൻ പറ്റുന്ന ഒരു പദം തന്നെയാണത്. അതിന് ആപ്റ്റായിട്ട് എനിക്ക് ശ്രീജ സൂചിപ്പിച്ചത് മോഹൻലാൽ തന്നെ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ആ പദം അവിടെ ഉപയോഗിച്ചത് എന്നുള്ളതാണ്. അപ്പോൾ ആ സ്ത്രൈണത ഏറ്റവും കൂടുതൽ പറയാൻ ആപ്റ്റായിട്ടുള്ള ഒരു പദവും അത് തന്നെയാണ് എന്നുള്ളതാണ്. വലിയ രീതിയിലുള്ള ചർച്ചകൾക്കൊക്കെ വരും ദിവസങ്ങളിലൊക്കെ ഇത് വഴിവെക്കട്ടെ എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. തീർച്ചയായും ചർച്ചകൾക്ക് മാത്രമല്ല വലിയ മാറ്റങ്ങൾക്ക് ഇത് തുടക്കം കുറിക്കട്ടെ എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. ലിംഗഭേദങ്ങളും ലിംഗവ്യക്തിത്വങ്ങളും ഒക്കെ വീണ്ടും ചർച്ച ചെയ്യപ്പെടട്ടെ. മോഹൻലാലും പ്രകാശ് വർമ്മയും ചേർന്നൊരുക്കിയ ഈ വിപ്ലവത്തിന് പിന്തുടർച്ച ഉണ്ടാകുമോ? ഈ വിഷയത്തെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കാൻ, സാധാരണക്കാരിൽ അവബോധമുണ്ടാക്കാൻ ഇനിയും കലാസൃഷ്ടികൾ ഉണ്ടാകട്ടെ.